സായിറാം. ഒരു നക്ഷത്രത്തിന്റെ 5 വശങ്ങൾ പോലെയാണ് പഞ്ചമഹാമൂല്യങ്ങൾ. ദസ് സ്പേക്ക് ഭഗവാൻ ശ്രീ സത്യസായി ബാബ എന്ന സീരീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കടുവ വേട്ടക്കാരന് ശകാരം. ഒരു ഉച്ചസമയം യൂണിഫോം ധരിച്ച ഒരു ഡ്രൈവർ പുട്ടപർത്തിയിലേക്ക് തിടുക്കത്തിൽ നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ വരവ് കണ്ട് കിളികൾ പോലും ഭയന്നു മാറി. കർണം സുബ്ബമ്മയുടെ ഭവനത്തിനു മുന്നിൽ കൂട്ടുകാരുമൊത്ത് സംസാരിച്ചിരിക്കുകയായിരുന്നു കൊച്ചു സത്യൻ. ഡ്രൈവറുടെ വരവ് കണ്ട് കൂട്ടുകാർ പോലും ഭയന്നു മാറി. അദ്ദേഹത്തിന്റെ യജമാനന്റെ വാഹനം ചിത്രാവതിയുടെ സമീപം ഉറച്ചു പോയിരിക്കുന്നു. ഈ ഗ്രാമത്തിൽ അത്ഭുതങ്ങൾ കാട്ടുന്ന ഒരു ബാലനുണ്ടെന്നും അയാളുടെ കയ്യിൽ നിന്നും അല്പം വിഭൂതി വാങ്ങാനുമാണ് താൻ എത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. സത്യൻ ജീപ്പിനടുത്തേക്ക് വരാമെന്ന് സമ്മതിച്ചു. താൻ കൊന്ന ജീവിയുടെ പുറത്തു കയറിയിരുന്ന് താളം പിടിക്കുകയായിരുന്നു ആ വെള്ളക്കാരൻ. അയാളെ കണ്ട മാത്രമേ സത്യൻ പറഞ്ഞു, ഈ പാവം ജന്തു നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? എന്തിനാണ് ഒരു ദയവുമില്ലാതെ ഇതിനെ കൊന്നത്? ഇതിന്റെ കുഞ്ഞുങ്ങൾ ഇതിനെ കാണാതെ വളരെയധികം വിഷമിക്കുകയാണ്. ഞാനാണ് നിങ്ങളുടെ വാഹനം നിർത്തിച്ചത്. ചെല്ലു, ആ പിഞ്ചു കുഞ്ഞുങ്ങളെ കാഴ്ച ബംഗ്ലാവിലേക്ക് ഏൽപ്പിക്കൂ. നിങ്ങളുടെ സന്തോഷത്തിനും വിനോദത്തിനുമായി വെടിവെക്കരുത്. ഷൂട്ട് ചെയ്യേണ്ടത് തോക്കുകൊണ്ടല്ല, ക്യാമറ കൊണ്ടാണ്. അത് നിങ്ങൾക്ക് പേരും പ്രശസ്തിയും നേടിത്തരും. അത്ഭുതകരം. ആ വാഹനം സ്റ്റാർട്ടായി. അവർ കാട്ടിലേക്ക് തിരിച്ചുപോയി. ഇതറിഞ്ഞ് പെദ്ദ വെങ്കപ്പരാജു പരിഭ്രാന്തനായി. കാരണം തന്റെ മകൻ ശിക്കാരിയായ ഒരു വെള്ളക്കാരനെ അനാദരിച്ചിരിക്കുന്നു. അതിന്റെ ഭവിഷ്യത്ത് അദ്ദേഹത്തെ ഭയപ്പെടുത്തി. പക്ഷെ വെള്ളക്കാരന്റെ അവസ്ഥയോ? അദ്ദേഹം പശ്ചാത്താപ വിവശനായി. ആ കടുവയുടെ തോലുമായി പിന്നീട് അദ്ദേഹം സത്യനെ കാണാനായി എത്തി. സത്യന് പാദങ്ങൾ വയ്ക്കാനായി ആ തോലുമായി അദ്ദേഹം വീണ്ടും എത്തി. നമുക്ക് ഇന്നും കാണാൻ സാധിക്കും സ്വാമിയുടെ തൃപ്പാദങ്ങൾ ഇരിക്കുന്നത് ആ ചർമ്മത്തിനു മുകളിലാണ്. ദസ് സ്പേക്ക് ഭഗവാൻ ശ്രീ സത്യസായി ബാബ. അഹിംസ എന്നത് എല്ലാ ജീവരൂപങ്ങളോടുമുള്ള ബഹുമാനമാണ്. ഏറ്റവും ചെറിയ പ്രാണികൾ മുതൽ ഏറ്റവും വലിയ മൃഗങ്ങൾ വരെ എല്ലാ ജീവികളുടെയും പവിത്രതയെ തിരിച്ചറിയുന്നതാണ് ഇത്. എല്ലാ ജീവനും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതാണ് ഇത്. ഭഗവാൻ സർവദേവതാതീത സ്വരൂപനാണ്, ദയാമയനാണ്, കരുണാമയനാണ്. നമുക്കും അദ്ദേഹത്തെ പോലെ അഹിംസാ സ്വരൂപങ്ങളാകാൻ സാധിക്കട്ടെ. അതിനായി ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ജയ് സായിറാം.